പി.കെ. ശ്യാമൾ ടീച്ചർ 10-40 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പൊതുജീവിതമുള്ള പാർട്ടി നേതാവാണ് ശ്യാമൾ ടീച്ചർ. ഹൈസ്കൂൾ പഠന കാലത്ത് തന്നെ SFIയുടെ പ്രവർത്തകയായിരുന്നു. മട്ടന്നൂർ PRNSS കോളേജിൽ SFIയുടെ നേതാവായിരുന്നു സഖാവ് പി.കെ. ശ്യാമൾ ടീച്ചർ. അവിടെ വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ SFIയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഘട്ടമുണ്ടായിരുന്നു. DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അവർ. മഹിളാ അസോസിയേഷൻ്റെ കീഴൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. മഹിളാ അസോസിയേഷൻ്റെ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അതിൻ്റെ സെക്രട്ടറിയായിട്ട് KK ശൈല ടീച്ചർ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ആ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ശ്യാമൾ ടീച്ചർ. അപ്പോൾ വ്യത്യസ്ത ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശ്യാമൾ ടീച്ചർ ആ ടീച്ചറെയാണ് പാർട്ടി നേതാവായിട്ടുള്ള, മഹിളാ അസോസിയേഷൻ ആയിട്ടുള്ള, DYFI നേതാവായിരുന്ന, SFI നേതാവായിരുന്ന ഒരു സജീവ പാർട്ടി പ്രവർത്തകയും നേതാവായിട്ടുള്ള ഒരാളെയാണ് ഗോവിന്ദ മാഷ് കല്യാണം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷം വീട്ടിൽ ഒതുങ്ങി അല്ലെങ്കിൽ അധ്യാപന ജീവിതവുമായി അതിൽ ഒതുങ്ങി ജീവിക്കുക എന്നുള്ള നിലപാടല്ല ടീച്ചർ സ്വീകരിച്ചത്. മൊറാഴയിലും മഹിളാ അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകയായി, അവിടെ വില്ലേജ് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട്, പിന്നീട് മഹിളാ അസോസിയേഷൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായി, ഏരിയ ഭാരവാഹിയായി, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി, ഇങ്ങനെ വ്യത്യസ്ത ചുമതലകൾ നിർവഹിച്ചു. അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി, മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി. ശ്യാമൾ ടീച്ചർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു നേതാവാണ്. ആ പാർട്ടി നേതാവിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെയും ജനപ്രതിനിധിയായിട്ട് ടീച്ചർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആന്തൂർ നഗരസഭ നിലവിൽ വരുന്നതിന് മുമ്പ് 2000 തളിപ്പറമ്പ് നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നു. പിന്നീട് ആന്തൂർ നഗരസഭ ചെയർപേഴ്സണായിട്ടും ശ്യാമൾ ടീച്ചർ പ്രവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ പാർട്ടി കണ്ടെന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിക്കും. കണ്ണൂർ ജില്ലയിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമെന്ന് പാർട്ടി നിശ്ചയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിർണ്ണയിക്കുമ്പോൾ, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ, കണ്ണൂർ ജില്ലയിൽ സ്വാഭാവികമായും ഉയർന്നു വരാകുന്ന പേര് തന്നെയാണ് പി.കെ. ശ്യാമൾ ടീച്ചറുടെ പേര്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടല്ല, അത് സഖാവ് പി.കെ. ശ്യാമൾ ടീച്ചർ എന്ന് പറയുന്ന പാർട്ടി നേതാവിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ എത്ര മോശമായ രീതിയിൽ, എത്ര നീചമായ രീതിയിലാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി പ്രവർത്തിച്ചിട്ടുള്ള ടി.കെ. ഗോവിന്ദ മാഷ് അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് പ്രശ്നം എന്താ? അദ്ദേഹം സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റിയിൽ, ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ കമ്മിറ്റിയിലെ അംഗമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി.കെ. ഗോവിന്ദ മാഷ്. അങ്ങനെയുള്ള ഒരു പാർട്ടി നേതാവ് സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ലാത്ത പാർലമെൻ്ററി മോഹവുമായി നടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സാധാരണ നിലയിൽ അത്രയും ഉന്നതമായിട്ടുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം മോഹവുമായി നടക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇപ്പം ഞങ്ങളുടെ അനുഭവം എന്താ? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യത്യസ്ത പേരുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ടി.കെ. ഗോവിന്ദ മാഷയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല. ഒരാളും ആ പേര് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമാണ്, വ്യത്യസ്ത പേരുകൾ വരും. അങ്ങനെ വ്യത്യസ്ത പേരുകൾ വരുമ്പോൾ ആ പേരുകളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്ത് പാർട്ടി പൊതുവിലൊരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഒരു ഘട്ടത്തിലും ടി.കെ. ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന പേര് ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ ആരും പറഞ്ഞിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ
ഗോവിന്ദമാഷ പേര് ഒരാൾ പറഞ്ഞിരുന്നു. അത് ഗോവിന്ദമാഷ തന്നെയാണ്. സാധാരണ നിലയിൽ ഇപ്പം എൻ്റെ പാർട്ടി ജീവിതം വളരെ ചെറുതാണ്. പക്ഷെ ഞങ്ങളുടെ ആരുടെയും പാർട്ടി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് താൻ എനിക്കെന്താണ് അയോഗ്യത, എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നാളിതുവരെ ഞങ്ങളുടെ അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല.